ഹായ് ഗായ്സ്. അപ്പോൾ വീഡിയോ ചെയ്തിട്ട് കുറച്ച് ദിവസമായെന്ന് എനിക്കറിയാം. അപ്പോൾ നമുക്കെല്ലാം അറിയാം, കഴിഞ്ഞ ആഴ്ച IPLൻ്റെ മാച്ചായിരുന്നു. അത് കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ RCB രണ്ടാം തവണയും IPL വിജയിച്ചിരിക്കുകയാണ്. ഇപ്രാവശ്യം എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ അവർക്ക് കഴിഞ്ഞ വർഷം ആദ്യം എല്ലാ കാര്യങ്ങളും ആദ്യം കിട്ടുമ്പോൾ നമുക്കൊരു ആവേശം പോലെ അവർക്ക് ഈ പ്രാവശ്യം കിട്ടി. പക്ഷേ എന്തു പറയുക, ഇപ്പോൾ ഗ്രൂപ്പ് ലീഗിൽ തന്നെ അവർ ഒന്നാമത്തെ ടീമായിട്ട് മാറി. പിന്നെ കപ്പ് ജയിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, RCB ഒരു നല്ലൊരു പ്രൊഫഷണൽ ടീമാണ്. അവർക്ക് ഓൾറൗണ്ടേഴ്സ് ഉണ്ട്, ബാറ്റിംഗ് ലൈനപ്സ് ഉണ്ട്, പിന്നെ ബോളിംഗ് ലൈനപ്സ് ഏറ്റവും നല്ലൊരു ബോളിംഗ് ലൈനപ്പാണ്. അതിനും പോരാത്തതിന് നമ്മുടെ ഇന്ത്യൻ പ്ലെയേഴ്സായി കൃണാൽ പാടിയ അങ്ങനെയുള്ളവരെല്ലാം നിലവാരത്തിനനുസരിച്ച് ഉയർന്നു വന്നു എന്നൊരിതാണ്. പിന്നെ എല്ലാത്തിനും മേലെ ചേസ് മാസ്റ്ററായ വിരാട് കോഹ്ലി, അദ്ദേഹം ഉള്ളപ്പോൾ പിന്നെ ഫൈനൽ മാച്ചൊക്കെ എങ്ങനെ തോൽക്കുക എന്ന് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ അങ്ങനെ RCB ഫൈനലിൽ കപ്പ് നേടിയിരിക്കുന്നു. അതിലുപരി അതിനകത്ത് ഏറ്റവും ഷൈൻ ചെയ്ത വ്യക്തി സൂര്യവംശി. ഇനി കിട്ടാത്ത അവാർഡ് എന്താണെന്ന് ചോദിച്ചാൽ മാൻ ഓഫ് ദ മാച്ച്. ഓഫ് കോഴ്സ് അവരുടെ ടീം കളിക്കാത്തതുകൊണ്ട് ബാക്കി എല്ലാ അവാർഡും തൂക്കി. പിന്നെ പേർപ്പിൾ ക്യാപ്പ്, ഓഫ് കോഴ്സ് ബോളറിൻ്റെ. ബാക്കി എല്ലാ അവാർഡും സൂര്യവംശി. എന്തോ പറയാം, ഒരു വണ്ടക്കിഡ് എന്ന പോലെ തന്നെ ഇനിയും ഇന്ത്യൻ ടീമിലേക്ക് അടുത്ത കളികളിലേക്ക് അയർലാൻഡിൽ വരുന്ന കളിയായാലും ഇംഗ്ലണ്ടിലേക്കും ഒക്കെ അദ്ദേഹം കിട്ടുമെന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്, എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഇന്ത്യയുടെ സ്ക്വാഡ് ഓൾമോസ്റ്റ് പ്രോബബിൾ സ്ക്വാഡായിട്ടുണ്ട്. ശനിയാഴ്ചത്തേക്ക് പ്രഖ്യാപിക്കുന്നതായിരിക്കും സ്ക്വാഡ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം. ഒരു പ്രോബബിൾ സ്ക്വാഡാണ്, മിക്കവാറും ഇത് തന്നെയായിരിക്കാം എന്നാണ് സോഴ്സസ് വെച്ച് അറിയുന്നത്. പക്ഷേ പ്രോബബിൾ സ്ക്വാഡ് ഞാനതെല്ലാം വായിച്ചു വിടാം. അപ്പോൾ ക്യാപ്റ്റനായിട്ട് സൂര്യകുമാർ യാദവ്, നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ വേൾഡ് കപ്പിലായാലും IPL പോലും അദ്ദേഹം കറക്റ്റൊന്നും നിലവാരത്തിലേക്ക് ഉയർന്നില്ല എന്നൊരിതാണ്. ഒരേ തെറ്റുകൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് സ്ഥാനം നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ, ഓഫ് കോഴ്സ് സഞ്ജു സാംസനെ കളഞ്ഞിട്ടൊരു ടീമിനെ പറ്റി ഇനി ചിന്തിക്കാനേ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അദ്ദേഹം വരും. സൂര്യവംശി വരുമോ ഇല്ലയോ? പ്രോബബിൾ 11 ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രോബബിൾ മിക്കവാറും സൂര്യവംശിയും കാണും. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് സൂര്യവംശി അഭിഷേക് ശർമ്മയും ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ മൂന്നാമനായിട്ട് സഞ്ജു സാംസൺ വരും, നാലാമനായിട്ട് ഇഷാൻ കിഷൻ. അങ്ങനെ ഒരു ടീമിലേക്ക് വരാനാണ് സാധ്യത കൂടുതൽ. പിന്നെ ഉള്ളത് ശ്രേയസ്, ഓഫ് കോഴ്സ് ക്യാപ്റ്റൻ. പിന്നെ തിലക് വർമ്മ, ശിവം ദുബെ, നിതീഷ് കുമാർ റെഡ്ഡി ഉറപ്പില്ല, മിക്കവാറും ചാൻസ് ഉണ്ട്. അക്സർ പട്ടേൽ മോശം ഫോമിലായിരുന്നാലും മിക്കവാറും വരാൻ ചാൻസ് ഉണ്ട്. വരുൺ ചക്രവർത്തി ഉറപ്പായിട്ടും കാണും. പിന്നെ ജസ്പ്രീത് ബുംറ, അതൊരു ചോദ്യമില്ലാത്തൊരു കാര്യമാണ്. അർഷദീപ്, മുഹമ്മദ് സിറാജ് നല്ല ഫോമിലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ പ്രോബബിൾ ഇവൻ തന്നെയായിരിക്കുമോ ഈ പ്രാവശ്യം വരുന്നത്?